ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ രാവിലെ അതേനം മേഘമൊക്കെ ആകിയിട്ടുണ്ട്. ഭയങ്കര മഴക്കാറായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു സമയം ഒരു 6:15 ആയിട്ടുള്ളൂ. രാവിലെ തന്നെ ചേട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കൂടെ എഴുന്നേറ്റതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. അല്ലെങ്കിൽ ഈ നേരത്തൊന്നും എണീക്കാറൊന്നുമില്ല. അപ്പം അങ്ങനെ വാതിലൊക്കെ തുറന്ന് കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നതിന് ശേഷം വന്ന് വേഗം തന്നെ ചേട്ടൻ പോകുമ്പോഴത്തേനും ചേട്ടനൊരു ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ ഇടാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ചേട്ടൻ വർക്ക് ചെയ്യുന്നത് കോഴിക്കോടാണ്. അത് കാരണം എല്ലാ ദിവസവും എല്ലാ തിങ്കളാഴ്ചയാണ് ചേട്ടൻ പോവുക കോഴിക്കോടേക്ക്. പിന്നെ സാറ്റർഡേ വരും വൈകിട്ട്. അപ്പോൾ രാവിലെ പോകുമ്പോൾ ഒരു ചെറിയൊരു കട്ടനൊക്കെ കുടിച്ച് ആണ് പോകണത്. അപ്പോൾ സാധാരണ ചേട്ടൻ പോയി പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നിട്ടാണ് എണീക്കുക. പക്ഷെ ഇന്ന് പതിവിലും തെറ്റിച്ചിട്ട് എൻ്റെ മോനിന്ന് ചേട്ടൻ എൻ്റെ വശം തന്നെ പിന്നാലെ എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കട്ടൻ ഒക്കെ ഇട്ട് വെള്ളം തിളച്ച് ഞങ്ങൾ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരം കൊണ്ട് ചേട്ടൻ അവിടെ ഫ്രഷ് ആവുന്നുണ്ട്. ഇതേ ചായ തിളച്ച് അതിന് അരിച്ചിട്ട് കൊണ്ടു കൊടുക്കണം. സാധാരണ ചേട്ടനൊക്കെ പോയി കുറേ കഴിഞ്ഞ് 7:30 ആകുമ്പോഴാണ് അവൻ എണീക്കാറ്. 8 മണിക്ക് ആകുമ്പോഴാണ് എണീക്കാറ് ഉണ്ണി. പക്ഷെ ഇന്ന് ഇത്തിരി നേരത്തെ എനിക്ക് കാരണം ഇതിൻ്റെ പിന്നാലേക്ക് അവനുള്ളതും നോക്കണം. ഇതേ കണ്ടില്ലേ, കണ്ണും വീഴ്ച എനിക്ക് നടന്ന് വന്നിരിക്കുകയാണ് ഉറക്കത്തുനിന്ന്. ഒരാളും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എനിക്ക് വരുന്നു. അപ്പോൾ അത് തന്നെ ചേട്ടനെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. ചേട്ടൻ ഡ്രസ്സ് മാറി നിൽക്കണ കാരണം എവിടേക്കോ പോവാന്ന് മനസ്സിലായി. അത് കാരണം ചേട്ടൻ്റെ പിന്നാലെ നിൽക്കുന്നുണ്ട്. എവിടേക്കെങ്കിലും കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട്. അവനറിയാം ഡ്രസ്സ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും പോകും എന്നുള്ളത് അവനറിയാം. പിന്നെ ഇപ്പം രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കൊതുവാണ്. അത് കാരണം ചേട്ടന് ഇപ്പോൾ രാവിലെ ഇട്ടിട്ട് കൊതുവിന് കൊല്ലലാണ് പണി. നിറയെ കൊതുവാണ്, എവിടെ നോക്കിയാലും കൊതുവാണ്. അപ്പോൾ അതന്നെ കൊതുവിനെ കൊല്ലണ ഒരു ഡാൻസാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ മെല്ലെ വണ്ടി എടുത്ത് ഇറങ്ങും. പക്ഷേ ഇവനെ കാണിക്കാണ്ട് ഇറങ്ങാം അല്ലെങ്കിൽ പിന്നെ കരച്ചിലാവും എന്നുള്ള നിലയിലാണ്. അപ്പോൾ പിന്നെ അവനെ കാണാൻ്റെ മെല്ലെ സൈഡിൽ കൂടെ പോവാം. പക്ഷേ ഇവനാണെന്ന് വെച്ചാൽ ചേട്ടൻ്റെ പിന്നിൽ നിന്ന് പോകണമില്ല. പിന്നെ എങ്ങനെയോ കണ്ട് വന്ന് നിൽക്കുകയാണ് ചേട്ടൻ വണ്ടിയുമ്മ കയറിയപ്പോൾ. അപ്പം എവിടേക്കാണ് പോകണേ എന്നുള്ള നിലയിൽ നോക്കി നിൽക്കുകയാണ്. കരച്ചിലൊന്നും ഉണ്ടായില്ല, വാശിയൊന്നും ഉണ്ടായില്ല. വാശിയാണ് സാധാരണ പതിവ് കരച്ചിൽ. പക്ഷെ ഇന്നെന്തൊന്നും ഉണ്ടായില്ല. അപ്പോൾ ചേട്ടൻ മെല്ലെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വണ്ടിയും കൊണ്ടിറങ്ങി. വണ്ടിയുമല്ല പോവുക, കോഴിക്കോടേക്ക് ബസ്സിനാണ് പോവുക. അപ്പോൾ നമ്മുടെ അമല ഹോസ്പിറ്റലിൽ വണ്ടി വെച്ചിട്ടാണ് ബസ്സിന് പോവുക, KSRTCക്ക്. അപ്പോൾ അതേനെ ചേട്ടൻ പോണത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവൻ എന്താ ചെയ്യേണ്ടത്, കരയണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇരിക്കണേ. പിന്നെ കുറേ എന്നെ നോക്കും, ശരിയാണോ പപ്പ പോയത് തന്നെയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവ ഇരിക്കണത്. എന്താ ചെയ്യേണ്ടതിന്, ഓടണോ എന്നൊക്കെ. പിന്നെ പതിവ് പോലെ തന്നെ ഞാൻ ചേട്ടൻ പോയി വാലൊക്കെ കുറ്റിയിട്ട് അടിച്ച് വാരാനായിട്ട് നിന്നു. അപ്പോൾ ഇവൻ എൻ്റെ പിന്നാലേക്ക് നിൽക്കുന്നുണ്ട്. എവിടെ പോയാലും അതിൻ്റെ പിന്നാലെ മറ്റേ ഒരു ഡയലോഗിൽ ഉഷേന്ന് വിളിച്ചിട്ട് വരുന്നത് അതുപോലെ നിൽക്കുന്നുണ്ട് പിന്നാലേക്ക്. അപ്പോൾ ഒന്ന് അടിച്ച് വാരി. അപ്പോൾ ആ ചൂലുമ്മയ്ക്കാണ് നോട്ടം എൻ്റെ. ചൂല് എങ്ങനെയും കിട്ടണം, അതിനാണ് എൻ്റെ പിന്നാലേക്ക് ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനാണെച്ചാൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ച് വാരി നിൽക്കുന്നുണ്ട്. തുടയ്ക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. കാരണം ഇവൻ പിന്നാലേക്ക് ഇവനാണെച്ചാൽ ഉറങ്ങിയില്ലല്ലോ. അപ്പോൾ പിന്നെ നടന്നിട്ടില്ല. അപ്പോൾ തുടർന്ന് വൈകിട്ടത്തേക്ക് ആക്കാം എന്നുള്ള നിലയിലാണ്. അപ്പോൾ സോഫ വിരിയൊക്കെ കുടഞ്ഞ് വിരിച്ച് അവൻ്റെ കളിക്കോപ്പുകളും എല്ലാം റെഡിയാക്കി അവനവിടെ ഒരുത്തിലിരുത്തി. ഞാൻ വിചാരിച്ചെൻ്റെ പിന്നാലേക്ക് വരുന്നു. പക്ഷേ കളിക്കാൻ സാധനം കിട്ടിയ കാരണം അതിൻ്റെ പിന്നാലേക്ക് നിന്നു. പിന്നെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല, വൃത്തിക്ക് അടിച്ചു വരാൻ പറ്റി. ഇന്നാണെങ്കിൽ രാവിലെ എത്തിയപ്പോൾ തന്നെ നല്ല മഴക്കാരാന്ന് പറഞ്ഞില്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയൊക്കെ പെയ്ത് ആകെ ഒരു മൂടിയ അന്തരീക്ഷമായിരുന്നു. നല്ല മഴയാണ്, ഇപ്പോഴും തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കാം ചെറുതായിട്ട്. പെയ്ത് പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ അടിച്ചു വാരി കഴിയുമ്പോഴത്തേനും അവൻ പിന്നാലേക്ക് എത്തി. ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും അവന് മനസ്സിലായി ഞാൻ എവിടേക്കോ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നാലെ തപ്പിത്തിരിഞ്ഞ് വരും. അങ്ങനെ വേഗം അടിച്ച് വാരി തീർക്കാമെന്നുള്ള നിലയിൽ വേഗം അടിച്ച് വാരി തീർക്കും. അവനവിടെ ഇരിക്കുന്നുണ്ട്. അവനവിടെ ഞാൻ എന്താ ചെയ്യണേന്ന് നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. തക്കം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂലവൻ പിടിക്കും. അങ്ങനെയാണ് അവൻ ഇരിക്കണത്. അപ്പോൾ തന്നെ ഞാൻ അവസാനം അടക്കളയും കൂടിയും അടിച്ച് വാരി തീർത്ത് വേഗം അവനെയും കൊണ്ട് ഉള്ളിലേക്ക് പോവാം. എന്നിട്ട് വേണം അവന് പാപ്പ് കൊടുക്കാനായിട്ട്. അപ്പോൾ അവനുള്ള പഴം ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
അതാണ് ഇവിടെ അവിടെ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ പഴം കൊടുത്തിട്ടുണ്ട്. പഴം അപ്പം ഒരു നേന്ത്രപ്പഴമാണ് രാവിലെ കൊടുക്കുന്നത്. റാഗിപ്പൊടി ഞാൻ ആദ്യം കൊടുത്തിരുന്നത് നമ്മുടെ കുന്നങ്കായയുടെ പൊടി കുറുക്കിയിട്ടാണ് കൊടുത്തിരുന്നത്. അത് മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ പച്ചക്കറി കൊടുത്തു തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ധാന്യപ്പൊടി കൊടുത്തു തുടങ്ങി. ഇപ്പം നേന്ത്രപ്പഴം കഴിക്കുന്ന കാരണം നേന്ത്രപ്പഴം കൊടുക്കും. നന്നായി വേവിച്ചിട്ട് പുഴുങ്ങിയിട്ട് കൊടുക്കുന്നത് നല്ലത്. പക്ഷേ ഞാനിപ്പം കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കുക്കറിൽ ജസ്റ്റ് 3-4 വിസിലടിച്ച് കഴിഞ്ഞാൽ നന്നായി വെന്ത് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് കൊടുക്കും. ഇത് തന്നെ റൂമിൽ ബെഡ്ഷീറ്റ്. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചൊരു ബെഡ്ഷീറ്റാണ്. പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ മേടിച്ചോ. നല്ല ബെഡ്ഷീറ്റാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 3-4 വട്ടം കഴുകി വാഷ് ചെയ്ത് യൂസ് ചെയ്തു. കളർ പോവുകയോ അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഒരുത്തനെ പല്ലേപ്പിക്കാനുള്ളൊരു തന്ത്രപ്പാടാണ്. വാശിയൊന്നുമില്ല പല്ലേക്കാൻ, നല്ല ഇഷ്ടമാണ്. അതും വന്ന് ഇങ്ങനെ ഉരയ്ക്കുമ്പോഴൊക്കെ കിരി സൗണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അമ്മ ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ പഴമെടുത്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അവന് കൊടുക്കാമെന്നുള്ള നിലയിലായി. ഇന്ന് നേരത്തെ എൻ്റെ കാരണം വേഗം വിശപ്പുണ്ടേ. അത് കാരണം കരച്ചിൽ തുടങ്ങിയിട്ട് എൻ്റെ കാലും ചൂട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് കരഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് വേഗം ആക്കി കഴിഞ്ഞ് ചൂടുണ്ട്. അപ്പോൾ വേഗം ചൂട് കൊടുക്കണേ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വൃത്തിയാക്കലും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി ഭക്ഷണം കഴിക്കാനായിട്ട് അവനെ കൊണ്ടിരുത്തി. കഴിക്കണതിനൊന്നും മടിയൊന്നുമില്ല, കുഴപ്പമില്ല. നല്ല കുട്ടിയായിട്ടിരുന്ന് കഴിച്ചോളും, കുഴപ്പമില്ല. കളിക്കാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സന്തോഷം എന്നുള്ള നിലയിലാണ്. പിന്നെ ഞാൻ ഫോൺ ഫ്ലാഷ് ഓണാക്കി വെച്ചിട്ടുള്ള കാരണം അവൻ അത് പിടിക്കാനാണ് നിൽക്കണത്. അതെങ്ങനെയും കിട്ടണം. അപ്പോൾ കണ്ണൊക്കെ അതുമ്മയ്ക്ക് തന്നെയാണ്. പക്ഷേ ഇടയിൽ കളിപ്പിക്കുമ്പോൾ അവൻ പാവം മറന്നിട്ട് അതുമ്മയ്ക്ക് പൊക്കോളും കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വിധത്തിലൊക്കെ കഴിപ്പിച്ചെടുത്തു. ഭക്ഷണം അവന് വിശപ്പുണ്ടെങ്കിൽ അവൻ നന്നായി കഴിക്കും, കുഴപ്പമൊന്നുമില്ല, വാശിയൊന്നുമില്ല. അല്ലാണ്ട് വെറുതെ നമ്മൾ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അവൻ കഴിക്കില്ല. അങ്ങനെ പാപ്പൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടപ്പി ആക്കിയിട്ട് കൊണ്ടുവന്നിരുത്തി എന്തെങ്കിലും കളിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ഈ തലേമ തട്ടണത് ഇത്തിരി ശീലമാണ്. അവൻ്റെ അപ്പാപ്പൻ്റെ കയ്യിൽ പിടിച്ച ശീലമാണിത്. അങ്ങനെ അതൊക്കെ തലേമ തട്ടണത് ഈ ചെറിയ അങ്ങനെ അപ്പാപ്പാന്നൊന്നും വിളിക്കില്ല, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ അപ്പാപ്പൻ്റെ വഴിയാണ് കിട്ടിയിരിക്കണത്. അങ്ങനെ ലോഷനൊക്കെ പറ്റി അവൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്ത് പൗഡറൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റി അവനെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ വേഗം കിടന്ന് ഉറങ്ങിക്കോളും. അപ്പം പിന്നെ കുറച്ച് നേരം കൂടി ഉറങ്ങി കഴിഞ്ഞാൽ എനിക്കപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാമല്ലോ. അങ്ങനെ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഡ്രസ്സ് മാറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ദേഷ്യം വേറെ ഇല്ല അവന്. അപ്പോഴത്തേനും അവൻ കുഴയും. ഇപ്പോഴത്തെ ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വീഴും. എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ അപ്പോൾ കുഴഞ്ഞു വീഴും. പിന്നെ അവൻ്റെ മുടിയൊക്കെ വൃത്തിയാക്കി, മുടി ഇരണതിന് നല്ല സുഖമാണല്ലോ, ആ ചീർപ്പിൻ്റെ ഒരു ഇത് തട്ടുമ്പോൾ നല്ല സുഖമല്ലേ. അപ്പോൾ പിന്നെ അവനതൊക്കെ വൃത്തിയാക്കി 5 മിനിറ്റ് കിടന്ന് കളിച്ച് അവൻ കിടന്ന് ഉറങ്ങി. അത്രേ ഉള്ളൂ അവൻ്റെ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കിടന്നുറങ്ങും, വയറ് വീർത്ത് കഴിഞ്ഞാൽ അവൻ കിടന്ന് ഉറങ്ങിക്കോളും. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.